ഇന്ന് നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഫൻറ്റിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് മൈൽ സ്റ്റോൺ എന്താണ്, അവരുടെ സ്കിൽസ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ സ്റ്റേജിൽ എങ്ങനെയാണ് ഗ്രോത്തിനും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിന്ന് അത്യാവശ്യം ഓൾവേസ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഫൻറ്റിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഫൻറ്റിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ നോക്കാം. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പിയറൻസിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളാണ്. ഫസ്റ്റ് ഹൈറ്റാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. ഹൈറ്റ് മീൻസ് അറ്റ് ബർത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇൻക്രീസ് ബൈ 1 ഇഞ്ച് പെർ മന്ത് ഫോർ ദ 6 മന്ത്. 1 ഇഞ്ച് അതായത് 2.5 സെൻറ്റിമീറ്റർ പെർ മന്ത്. ഇപ്പോൾ 52, 54, 52 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴതെന്നു വെച്ചാൽ കറക്റ്റ് പറയാതെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പഴയതിനേക്കാളും ഒരിച്ചിരി വ്യത്യാസം 55 ഒക്കെ വരെയാണ് സെൻറ്റിമീറ്റർ. അപ്പോൾ 1 ഇഞ്ച് പെർ മന്ത് ഇൻക്രീസ് ചെയ്യും. എപ്പോൾ വരെയാണ്? 6 മന്തിൽ. അത് ഓർക്കണം. ബൈ 1 ഇയർ ദ ലെന്ത് ഹാസ് ഇൻക്രീസ് ബൈ 50. അതായത് അറ്റ് ബർത്ത് 50 സെൻറ്റിമീറ്റർ ആയിരുന്നെങ്കിൽ 1 ഇയർ ആകുമ്പം അത് 100 സെൻറ്റിമീറ്റർ ആകും. 50% ഇൻക്രീസ് ആവും. ഇനി വെയിറ്റ് എങ്ങനെയാണ്? ഡബിൾ അറ്റ് 3 to 5 മന്ത്. അതായത് 2.5, 2.6 to 3.8 എന്നാണ് ഐഡിയലി. ബട്ട് 4 വരെ നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബിയുടെ വെയിറ്റ് ഡബിൾ ആകുന്ന 5, 6 മന്തിലുമാണ്. 6 മന്തിൽ അത് ഡബിൾ ആകണം, ട്രിപ്പിൾ ആകുന്നത്, അതായത് 3 ഇരട്ടി ആകുന്നത് 12 മന്തിലാണ്. അടുത്ത ഏതാണ്? ഹെഡ് സർക്കംഫറൻസ് ആൻഡ് ചെസ്റ്റ് സർക്കംഫറൻസ്. അറ്റ് ബർത്തിൽ ഏതാണ് കൂടുതൽ? ഹെഡ് സർക്കംഫറൻസ് ആണ് കൂടുതൽ. കാരണം ഹെഡാണ് ഫാസ്റ്റ് വളരുന്നത്, പിന്നെയാണ് ചെസ്റ്റ് സർക്കംഫറൻസ് വരുന്നത്. നോർമൽ ഹെഡ് സർക്കംഫറൻസ് അറ്റ് ബർത്ത് ഈസ് 33 to 35 ആണ്. അപ്രോക്സിമേറ്റ്ലി 2 to 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ചെസ്റ്റ് സർക്കംഫറൻസിനേക്കാൾ 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ കൂടുതലാണ് ഹെഡ് സർക്കംഫറൻസ്. By 1 to 2 years of age, head circumference and chest circumference are equal. അപ്പോൾ 1 to 2 years മെയിനായിട്ട് ഓർക്കണം. 1 to 2 yearsൽ വെച്ചാൽ 1 ഇയർ മുതൽ അത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും. ചിലരുടെ ഗ്രോത്ത് അനുസരിച്ചാണ്, ഫാമിലി ഹിസ്റ്ററിക്ക് അനുസരിച്ച് വരും. 2 ഇയേഴ്സ് വരെ മാക്സിമം ആണ്. 2 ഇയേഴ്സിൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ചെസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ പ്രോബ്ലമാണ്. മാൽന്യൂട്രീഷൻ്റെ സൈനൊക്കെ ആയിട്ട് വരും. അടുത്ത എന്താണ്? ഫോണ്ടനല്ല. ആൻറ്റീരിയർ ഫോണ്ടല ആൻഡ് പോസ്റ്റീരിയർ ഫോണ്ടല. അപ്പോൾ ആൻറ്റീരിയർ ഫോണ്ടലിൻ്റെ ഏതാണ്? സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ആണ്. 18 മാസം ആകുമ്പോൾ ക്ലോസ് ആവും. അതിങ്ങനെ സോഫ്റ്റ് ആണ്, ഫ്ലാറ്റ് ആണെന്നൊക്കെ പറയാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇതിന് ഡിപ്രസ്ഡ് ആണ്, ബൾജ്ഡ് ആണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. സോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 18 മന്ത്സിൽ ക്ലോസ് ആകും. പോസ്റ്റീരിയർ ഫോണ്ടനല്ല 4 മന്ത്സ് 6 മന്ത് വരെ ക്ലോസ് ആവും. പിന്നെ ഫസ്റ്റ് ടീത്ത് ഇറപ്റ്റ് ചെയ്യുന്നത് ലോവർ സെൻട്രൽ ഇൻസൈസേഴ്സ് ആണ്. 6 to 10 മന്തിലാണ്. ഇത്രയും ഒരു റേഞ്ചിൽ വ്യത്യാസം വരുന്നത്. ഇതിലൊരിപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ബുക്കിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നതാണ്. ചിൽഡ്രൻ അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്മെൻറ്റ് മീൻസ് ഡെൻ്റൽ കാരീസ് വരാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ബോട്ടിൽ വായിൽ വെച്ച് കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടാണ്. അത് 6 മന്ത് കഴിഞ്ഞായിരിക്കും. കാരണം 6 മന്തിലേ പല്ല് വരുള്ളൂ. പല്ല് വന്നു കഴിഞ്ഞാലേ വരുള്ളൂ. അതുകൊണ്ടാണ്. സോ സ്ലീപ്പ് പാറ്റേൺ 3 to 4 മന്ത് ആകുമ്പോഴത്തേക്ക് ബേബീസ് നക്ച്വറൽ, അതായത് രാത്രിയിൽ 9 to 11 hours ഉറങ്ങാൻ പഠിക്കും. ഇതൊക്കെ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പെട്ടതാണ്. വൈറ്റൽ സയൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ന്യൂ ബോൺ ടെമ്പറേച്ചർ 96.8 to 99 വരെയാണ്. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ. ഹാർട്ട് റേറ്റ് 120 to 160 ബീറ്റ് പെർ മിനിറ്റ് ആണ്. റെസ്പിറേഷൻ 30 to 60, അതായത് ആവറേജ് 40 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. നെക്സ്റ്റ് ബ്ലഡ് പ്രഷർ നമുക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മീൻ പ്രഷറാണ്. ഞാനിത് എൻഗ്ലക്സ് സാറിൻ്റെ ബുക്കിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. മീൻ ബ്ലഡ് പ്രഷറാണ് വരുന്നത്. അത് ജസ്റ്റേഷൻ +6 ആയിരിക്കും. അത്ര ഒന്നും അറിയണ്ട നിങ്ങൾ. ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ് ആൻഡ് റെസ്പിറേഷൻ. 1 year ഓൾഡ് ഇൻഫൻ്റ് ആകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ സെയിം ആണ്. ഹാർട്ട് റേറ്റ് കുറയും. 120 to 160 എന്നുള്ളത് 90 to 130 അല്ലെങ്കിൽ 90 to 120 ആകും. റെസ്പിറേഷൻ താഴേക്ക് വരും. 20 to 40 വരും. അത് മറ്റേത് 30 to 60 ആയിരുന്നു. ബ്ലഡ് പ്രഷർ പയ്യെ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. അടുത്ത എന്താണ്? ന്യൂട്രീഷനാണ്. ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഇൻഫൻസിയിലെ ന്യൂട്രീഷൻ ആട്ടോ ഈ പറയുന്നത്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അപ് ടു 6 മന്ത്. 6 മന്ത് വരെ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാനാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്.
ബോട്ടിൽ ഫീഡാണ് കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ അയൺ ഫോർട്ടിഫൈഡ് ഫോർമുല ഫീഡ് കൊടുക്കണം. അയൺ ഫോർട്ടിഫൈഡ് ഫോർമുല ഫീഡാണ് കൊടുക്കേണ്ടത്. പിന്നെ വൈറ്റമിൻ ഡി, അതായത് ബ്രസ്റ്റ് ഫീഡ് ആണെങ്കിലും ഒരു ദിവസത്തിൽ 1000 ml കുറവാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരും. സോ വൈറ്റമിൻ ഡി 4 യൂണിറ്റ് ഇൻ്റർനാഷണൽ യൂണിറ്റ് കൊടുക്കണം, അതിൻ്റെ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാനാണ്. നമ്മൾ ഈ വലിയ അങ്ങനെ പിള്ളേരെ കാണാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അങ്ങനെയുള്ള റൂറൽ ഏരിയയിലൊക്കെ അങ്ങനെ കൊടുക്കണം. അയൺ സപ്ലിമെൻറ്റ് കൊടുക്കണം, കാരണം അയൺ സ്റ്റോറേജ് ഇവർക്ക് കുറവായിരിക്കും. എസ്പെഷ്യലി സിക്ക് ബേബി, പ്രീടൈം ബേബി 6 മാസം വരെയുള്ള അയൺ സപ്ലിമെൻറ്റ് കൊടുക്കണം. 1 വയസ്സാകുമ്പോൾ അയൺ ചെക്ക് ചെയ്യണം HBയിൽ. കൗ മിൽക്ക് ഷുഡ് നോട്ട് ബി ഗിവൺ. 1 വയസ്സ് വരെ കൗ മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബോഡിക്ക് പറ്റില്ല. അതിലെ പ്രോട്ടീൻ കെസൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കൗ മിൽക്ക് കൊടുക്കാൻ പാടില്ല. ഫ്ലൂറൈഡ് സപ്ലിമെൻറ്റ് കൊടുക്കണം. എന്തിനാണ് ഫ്ലൂറൈഡ് കണ്ടെയ്ൻ ടാപ്പ് വാട്ടർ ഒന്നും യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഫ്ലൂറൈഡ് കൊടുക്കണം. നമ്മുടെ ഇവിടെ നമ്മളധികം കൊടുക്കാറില്ല. ഫ്ലൂറൈഡ് 6 month വരെ കൊടുക്കണം. അത് കഴിഞ്ഞ് സോളിഡ് ഫുഡ് എപ്പോഴാണ്, അതായത് വീനിങ് ആണ്. 6 monthന് ശേഷം വീനിങ് കൊടുക്കാം. കോംപ്ലിമെൻ്ററി ഫീഡെന്നും വേണേൽ പറയാം. ഇൻഫൻറ്റ് അണ്ടർ 12 months ഓഫ് ഏജ് ഷുഡ് നോട്ട് ബി ഫീഡ് ഹണി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹണി കൊടുക്കാൻ പാടില്ല. ഹണി കൊടുത്താൽ എന്താണ് പറ്റുന്നത്, വാട്ടറിൻ്റെ കൂടെയോ പാലിൻ്റെ കൂടെയോ ഒന്നും ഹണി കഴിച്ച് കൊടുക്കാൻ പാടില്ല 12 മാസം വരെ. കാരണം ഹണി കൊടുത്താൽ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന് പറയുന്ന എനറോബിക് ബാക്ടീരിയ, അത് ഡയറിയൊക്കെ ഉണ്ടാക്കുന്നതാണ്, ഫുഡ് പോയ്സണൊക്കെ വരുത്തും. ഇങ്ങനെയുള്ളതിന് ചാൻസ് ഉണ്ട്. പുതിയ സ്റ്റഡിയാണ്, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് പഠിക്കണമെന്നുണ്ടല്ലോ നമുക്ക്. സോ ഹണി കൊടുക്കാൻ പാടില്ല. ദെൻ ഫ്രൂട്ട് ജ്യൂസ് കപ്പിൽ കൊടുക്കണം എന്ന് പറയാം, കാരണം ബോട്ടിലിൽ കൊടുത്താൽ അത് വെച്ചുകൊണ്ടിരിക്കും, ഡെൻ്റൽ ക്യാരീസ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ അകത്ത് മെയിൻ. ഇനി ഇത് മൈൽ സ്റ്റോൺ ആണ് കേട്ടോ, ഇൻഫൻറ്റ് സ്കിൽസാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാക്ട് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. ഇതിങ്ങനെ പഠിച്ചാലും മതി, അല്ലാതെ ഒത്തിരി ഉണ്ട്. 1 മാസം, 1.5 മാസം, 2 മാസം, 2.5 മാസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോളേജിൽ പിള്ളേരെ പഠിപ്പിക്കും. അതുപോലെയൊക്കെ പഠിക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ചേഞ്ചസ്, അത് മാത്രം നോക്കിയാൽ മതി. 2 to 3 months സോഷ്യൽ സ്മൈൽ വരും. ടേൺ ഹെഡ് സൈഡ് ടു സൈഡ്, തല ചിരിക്കും. ഫോളോ ഒബ്ജക്റ്റ്, അതായത് നമ്മളിങ്ങനെ കാണിച്ച് മൂവ് ചെയ്ത് അതിങ്ങനെ ഫോളോ ചെയ്യും. ദെൻ ഹോൾഡ് മീൻസ് ഇങ്ങനെ കണ്ണുകൊണ്ട് ഫോളോ ചെയ്യും. ഹോൾഡ് ഹെഡ് ഇൻ മിഡിൽ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് 4 to 5 months എന്താണ്, ഒബ്ജക്റ്റ് പിടിക്കും. ഗ്രാബ്സ് ഒബ്ജക്റ്റ്, സ്വിച്ച് ഒബ്ജക്റ്റ് ഫ്രം ഹാൻഡ്, ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് പോകും. റോൾ ഓവർ ദ ഫസ്റ്റ് ടൈം, അതായത് റോൾ ചെയ്യും. പിന്നെ എൻജോയ് സോഷ്യൽ ഇൻട്രാക്ഷൻ, മറ്റുള്ളവരൊക്കെ ചിരിപ്പിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ബിഗിൻ ടു ഷോ മെമ്മറി, പയ്യെ മെമ്മറികൾ ചെറുതായിട്ട്, അതായത് ഇപ്പം നമ്മളെ കണ്ടു പിന്നെ കാണുമ്പോൾ ഒന്ന് ഫെമിലിയർ ആയിട്ട് പോലെയൊക്കെ കാണിക്കുന്നതിനെയാണ്, അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ തിങ്ക് ചെയ്തിരിക്കുന്നല്ല. ഒന്ന് കണ്ടു രണ്ടാമത് കാണുമ്പോൾ മനസ്സിലാവും. അല്ല അവനവൻ്റെ തന്നെ ടോയ് അത് കണ്ട മറ്റേ രണ്ടാമത് മനസ്സിലാവും. അത്ര ചെറിയ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യണം. അവെയർ ഓഫ് അൺഫെമിലിയർ സറൗണ്ടിങ്സ്, വേറെ സ്ട്രേഞ്ചർ ഏരിയ അല്ലെ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി വേറൊരു സ്ഥലത്തെ കൊണ്ടുപോയി പെട്ടെന്ന് മനസ്സിലാവും, കരയാൻ തുടങ്ങും. ഇതാണ് 4 to 6 months ഇമ്പോർട്ടൻ്റ് ആണ്. 5 to 7 months ക്രീപ്സ്, വലിയും. പിന്നെ സിറ്റ് വിത്ത് സപ്പോർട്ട്, പയ്യെ ഇരിക്കും. ഇമിറ്റേറ്റ്സ് എന്നുവെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് ചിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എക്സിബിറ്റ് ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്, പരിചയമില്ലാത്തവരെ കാണുമ്പോൾ കരയും. ഹോൾഡ് ആംസ് ഔട്ട് മീൻസ് കൈ മുർത്തി പിടിക്കും. ഫ്രീക്വൻറ്റ് മൂഡ് സ്വിങ്, കരയും ചിരിക്കും, അതൊക്കെ ഒരേ സമയം തന്നെ നടക്കും. അത് ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ ചിരിക്കും, പിന്നെ എന്തെങ്കിലും കരയും, അങ്ങനെ ഒക്കെയുള്ളതാണ്. ബൈ ബൈ പറയാൻ പഠിക്കും, അത് 7 months ആവുമ്പോഴാണ്. അടുത്ത എന്താണ്, 8 to 9 months സിറ്റ് സ്റ്റഡിലി അൺസപ്പോർട്ടഡ്, സപ്പോർട്ടില്ല. ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മെയിൽ ഫീമെയിൽ ബേബി ഒക്കെ എല്ലാം വേറെ വേറെ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ വലിയും. മേ സ്റ്റാൻഡ് വൈൽ ഹോൾഡിങ് ഓൺ, പിടിച്ചുകൊണ്ട് നിൽക്കും. ബിഗിൻ ടു സ്റ്റാൻഡ്, പിന്നെ പയ്യെ കൈവിടും. ഇതാണ് 9 months വരുന്നത്. ഇനി 10 to 11 months ക്യാൻ ചേഞ്ച് ഫ്രം പ്രോൺ ടു സിറ്റിംഗ് പൊസിഷൻ, കമന്ന് നടന്നിട്ട് ഇരിക്കാൻ പറ്റും. വോക്ക് വൈൽ ഹോൾഡിങ് ഓൺ ദ ഫർണിച്ചർ, ഓരോ സാധനത്തിലും പിടിച്ച് നടക്കും. സ്റ്റാൻഡ് സെക്യൂർലി, കൈയും കാലും പിടിക്കാതെ ബാലൻസ് ചെയ്ത് നിൽക്കും. എൻ്റർടൈൻ സെൽഫ് ഫോർ പീരീഡ് ഓഫ് ടൈം, തന്നെ കളിപ്പിക്കും. അതായത് മീൻസ് എങ്ങനെയാണ്, തന്നെ ടോയ് എടുത്ത് കളിക്കുക, ചിരിക്കുക, എന്തെങ്കിലും കണ്ട് കളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനി 12 to 13 months വോക്ക് വിത്ത് 1 hand
ഹെൽഡ്, ഒരു കൈ പയ്യെ പിടിച്ചാൽ പയ്യെ നടക്കും. ക്യാൻ ടേക്ക് എ ഫ്യൂ സ്റ്റെപ്പ് വിത്തൗട്ട് ഫോളിങ്, ഒന്ന് പയ്യെ നടക്കാൻ തുടങ്ങുന്നത്. ക്യാൻ ഡ്രിങ്ക് ഫ്രം എ കപ്പ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. കപ്പിൽ നിന്ന് കുടിക്കുന്നത് എപ്പോഴാണ്? 1 വയസ്സിലാണ്. 13 മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വയസ്സാട്ടോ. 14 to 15 മന്ത്, അതിൽ 1.5 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ നടക്കും. ക്രോൾ അപ്പ് സ്റ്റെയർ കയറും, മീൻസ് ദേഷ്യമൊക്കെ കാണിക്കാൻ തുടങ്ങും. വിൽ എക്സ്പ്ലോർ അവേ ഫ്രം പാരൻറ്റ് ഇൻ ഫെമിലിയർ സറൗണ്ടിങ്സ്, വിൽ എക്സ്പ്ലോർ അവേ ഫ്രം പാരൻസ് ഇൻ ഫെമിലിയർ സറൗണ്ടിങ്സിൽ, പരിചയമുള്ള സ്ഥലത്താണെങ്കിൽ പേരൻസ് കുറച്ചൊക്കെ അകന്ന് നിന്നാലും വലിയ പ്രോബ്ലം ഇവർക്ക് ഉണ്ടാകത്തില്ല. ഇനി മെയിൻ പ്ലേ ആണ്. ഓരോ ഏജ് ഗ്രൂപ്പിലും പ്ലേ അവരുടെ വ്യത്യാസമാണ്. ഇതിൻ്റെ അകത്ത് സോളിറ്ററി പ്ലേ ആണ്. തന്നെത്താനെ ഇരുന്ന് തന്നെത്താനെ ഉള്ള കാര്യം കൊണ്ട് കളിക്കുന്നതിനെയാണ്. സ്വന്തം കൈ കാല് വെച്ച് കളിക്കുക, സ്വന്തം ടോയ് ഉപയോഗിച്ച് കളിക്കുക, ഇതൊക്കെയാണ് സോളിറ്ററി പ്ലേ. ഇതിൻ്റെ അകത്ത് ബർത്ത് ടു 3 മന്തിൽ വെർബൽ, വിഷ്വൽ ആൻഡ് ടാക്റ്റൈൽ സ്റ്റിമുലൈ, അതേ ഉള്ളൂ. ഇത്ര ഒന്നും ഓർക്കണ്ട. പ്ലേ സോളിറ്ററി പ്ലേ ആണ്. ഏതാണ്? ഇൻഫൻസിയുടെ പ്ലേ സോളിറ്ററി പ്ലേ ആണ്. ദെൻ അവർക്ക് കൊടുക്കേണ്ട ടോയ്സ് എന്നാന്ന് നമുക്ക് നോക്കാം. സ്റ്റഫ്ഡ് ആനിമൽ, ടെഡി വെയർ എന്നൊക്കെ പറയും. ക്രിബ് മൊബൈൽ വിത്ത് കോൺട്രാസ്റ്റിംഗ് ടു കളർ, എന്നുവെച്ചാൽ പല കളറുള്ള മൂവ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ ഇടും ക്രിബേൽ. പിന്നെ സൗണ്ട് കേൾക്കുന്നത് സ്ക്യൂസ് ടോയ്സ്, റാറ്റിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് സ്ക്യൂസ് ടോയ്സ്. മ്യൂസിക്കൽ ടോയ്സ്, വാട്ടർ ടോയ്സ് ഡ്യൂറിങ് ബാത്ത്, ലാർജ് പിക്ചർ ബുക്ക്, ഭയങ്കര വലിയ പടമുള്ള ബുക്സ്. പുഷ് ടോയ് ഫ്രം ദ ഇൻഫൻറ്റ് ബിഗിൻ ടു വോക്ക്, പുഷ് ടോയ് അത് വാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്, അതിലിരുത്തി. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റഡി അനുസരിച്ച് അങ്ങനെ നമ്മൾ ഇരുത്തിയിട്ട് ഇങ്ങനെ വാക്ക് ചെയ്യിപ്പിച്ചാൽ ആ കൊച്ചുങ്ങളുടെ തന്നെത്താനെ നടക്കാനുള്ള ആ ഗ്രോത്ത് ഡിലേ ആവുമെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു ഇതനുസരിച്ച് അതിപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഫൻറ്റിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് ടോഡറിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് കാണേണ്ടത്. ഇനി നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ടോഡറിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കാണാം. അപ്പം ഈ ഗ്രൂപ്പ് എത്ര നമുക്കറിയാം, 1 to 3 years ആണ് ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഹൈറ്റ്, വെയിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഹൈറ്റ്, വെയിറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു, മീൻസ് ഫാസ്റ്റ്, സ്ലോ, ആ രീതിയിലാണ് ഇവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ മാസത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇൻഫൻസ് കഴിഞ്ഞാൽ ബൈ 2 years ആവറേജ് വെയിറ്റ് എത്രയായിരിക്കും? 10 മുതൽ 12 കിലോ വരെയാണ് 2 yearsൽ ആവറേജ് വെയിറ്റ് വരുന്നത്. 10 to 12 years. ദെൻ ഹൈറ്റ് 3 inch per year, ഓരോ ഇയറിലും 3 inch വരെ മീൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഹൈറ്റൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ഡബിൾ ആകുന്നു 1 yearൽ. 1 year കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇയറിലും 3 inch വെച്ച് 3 inch വെച്ച് മീൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആവറേജ് ഹൈറ്റ് 2 years ആകുമ്പോഴത്തേക്ക് 34 inch, അതായത് 84 centimeter ഒക്കെയാണ് ആവറേജ് ഹൈറ്റ് വേണ്ടത്. മോസ്റ്റ് ഓഫ് ദി ടൈം അതിൽ കൂടുതൽ വരാനാണ് ചാൻസ്. ഹെഡ് സർക്കംഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞതാണ്, ഇൻഫൻസിയിൽ പറഞ്ഞതാണ്. 1 inch ബിറ്റ്വീൻ 1 to മീൻസ് ഇൻക്രീസ് 1 inch 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഹെഡ് സർക്കംഫറൻസ് വളരെ സ്ലോ ആയിട്ടാണ് കൂടുന്നത്. പിന്നെ തലയധികം വളരേണ്ട ആവശ്യമില്ല. ഒരു 1 inch 2 വയസ്സിനുള്ളിൽ ഒരു 1 inchൻ്റെ വ്യത്യാസമേ വരത്തുള്ളൂ. ദെൻ ചെസ്റ്റ് സർക്കംഫറൻസ് 1/2 inch per year അണ്ടിൽ 5 വയസ്സ് വരെ ചെസ്റ്റ് സർക്കംഫറൻസ് ഒരു ഹാഫായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതായത് 1 വയസ്സാകുമ്പോഴത്തേക്ക് ചെസ്റ്റ് സർക്കംഫറൻസും ഹെഡ് സർക്കംഫറൻസും ഓൾമോസ്റ്റ് ഈക്വൽ വരും. പിന്നെ ഒരു 1 inch മാത്രമാണ് പിന്നെ ഹെഡ് സർക്കംഫറൻസ് കൂടാൻ പാടുള്ളൂ 2 വയസ്സ് വരെ. പക്ഷേ ചെസ്റ്റ് സർക്കംഫറൻസ് 1/2 inch വെച്ച് 1/2 inch വെച്ച് 5 വയസ്സ് വരെ കൂടിക്കൊണ്ടിരിക്കും. അതായത് സ്ലോലി ഗ്രോ വരും എന്നർത്ഥം. ആൻറ്റീരിയർ ഫോണ്ടലിലെയും പോസ്റ്റീരിയർ ഫോണ്ടലിലേക്ക് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ വൈറ്റൽ സൈൻസ് ആണ്. വൈറ്റൽ സൈൻസ് 97.5 to 98, അതായത് ഒരു നോർമൽ എഴുതുക. ഹാർട്ട് റേറ്റ് 80 to 120 ആണ്. നിയോനേറ്റ്സിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു, ലേറ്റ് നിയോനേറ്റൊക്കെ 1 വയസ്സാകുമ്പോഴത്തേക്ക് 90 to 120 എന്ന് പറയും. ഇതൊരു 80 to 120. റെസ്പിറേഷൻ 20 to 30. 92/55 ഒക്കെയാണ് ഇതിൻ്റെ ആവറേജ് BP വരാൻ ചാൻസ്. അപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ ഹൈ ന്യൂട്രീഷനാണ് കൊടുക്കേണ്ടത്. മിൽക്കൊക്കെ കൂടുതൽ കൊടുക്കേണ്ട സമയമാണ്. കാരണം ഈ ടീത്ത് ഇറപ്ഷൻ്റെയൊക്കെ സമയമായതുകൊണ്ട് 700 to 800 ml മിൽക്ക് അറ്റ്ലീസ്റ്റ് ബേബി കുടിച്ചിരിക്കണം. അതിൻ്റെ അകത്ത് കാൽഷ്യം കണ്ടൻ്റ് ആയിരിക്കണം, ഫോസ്ഫറസ് കണ്ടൻ്റ് ആയിരിക്കണം, ഇതെല്ലാം വേണം.
ദെൻ അയൺ ഫോർട്ടിഫൈഡ് മിൽക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അയൺ സപ്ലിമെൻറ്റ് കൊടുക്കണം, വൈറ്റമിൻ ഡി കൊടുക്കണം, വൈറ്റമിൻ സി കൊടുക്കണം. പിന്നെ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ 1 വയസ്സ് വരെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് യാതൊരു വാല്യൂ അത് അബ്സോർവ് ചെയ്യാൻ ബോഡിക്ക് പറ്റത്തില്ല 1 വയസ്സ് വരെ. അതുകൊണ്ട് അതിനൊരു ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇല്ല. സോ ഫ്രൂട്ടാണ് വളരെ സ്മാഷ്ഡ് ഫ്രൂട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ 1 at a ടൈമാണ് കൊടുക്കേണ്ടത്. പിന്നെ ഫിംഗർ ഫുഡ് കൊടുക്കാം, കാരണം കൊച്ചുങ്ങൾ ഇങ്ങനെയാണ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫിംഗർ ഫുഡ് കൊടുക്കാം. പക്ഷേ എവിടെയെങ്കിലും എയർവേയിൽ ബ്ലോക്ക് ആവുമെന്ന് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ മെയിനായിട്ട് വരുന്നതാണ് ഫിസിയോളജിക്കൽ അനോറെക്സിയ മീൻസ് നമ്മളറിയാം, ഈ പ്രായത്തിലുള്ള പിള്ളേർ കൊച്ചു ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു വരും. അതൊരു ഫിസിയോളജിക്കൽ അനോറെക്സിയ എന്നാണ് പറയുന്നത്. ഗ്രോത്ത് സ്ലോ ആയിട്ട് ഫാസ്റ്റായിട്ട് സ്റ്റഡി അല്ല, ചിലപ്പോൾ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും, ചിലപ്പോൾ സ്ലോ ആയിട്ട്. അത് അങ്ങനെ സ്റ്റേജ് വരുമ്പോൾ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുമ്പോൾ, അതായത് ഹൈറ്റിൽ കൂടുക, വെയ്റ്റിൽ കൂടുക, അല്ലെ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റൽ ഇത് കൂടുമ്പം പിള്ളേരുടെ ഫുഡ് നിൽക്കും. ഗ്രോത്ത് ഇല്ലാത്ത സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെ. പിന്നെ സഫിഷ്യൻറ്റ് ഫുഡ് കൊടുക്കണം. അഡൽറ്റിൻ്റെ ഒപ്പം ഒരു ഹൈ ചെയറിൽ ഇരുത്തി കൊടുക്കണം. വൺസ് ബേബിക്ക് ടൈം കൊടുക്കണം കഴിക്കാൻ. വൺസ് ബേബി സ്റ്റാർട്ട് ടു പ്ലേ, ദെൻ ഫുഡ് വി ഹാവ് ടു റിമൂവ് ഫ്രം ദ ടേബിൾ. അതായത് ഫുഡിൽ കളിക്കാൻ സമ്മതിക്കരുത്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ബേബീസിന് റിവാർഡായിട്ട് ഫുഡ് കൊടുക്കാൻ പാടില്ല. റിവാർഡായിട്ടോ പണിഷ്മെൻ്റായിട്ടോ ഫുഡ് കൊടുക്കാൻ പാടില്ല. ഫുഡിനെ ചെറുപ്പം പോലെ അതൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഇതൊക്കെ പുതിയൊരു തിയറിയാണ് ഇതൊക്കെ. പിന്നെ സ്കിൽസ് നമ്മൾ ന്യൂനൈറ്റ്സിൻ്റെ വരെ പറഞ്ഞു, കൊച്ചു നടക്കുന്ന വരെ പറഞ്ഞായിരുന്നു. പിന്നെ എന്താണ്, ബേബീസ് 2 വയസ്സാകുമ്പോഴത്തേക്ക് റൺ ചെയ്യാൻ തുടങ്ങും, ബാക്ക് ബേഡ് ഒക്കെ നടക്കാൻ തുടങ്ങും. പിന്നെ കനോട്ട് ഓൾട്ടർനേറ്റ് വെൻ ക്ലൈംബ് ചെയ്യുമ്പോൾ 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കാല് വെച്ച് അടുത്ത കാല് വെക്കാൻ പറ്റത്തില്ല. ഒരേ സ്റ്റെപ്പിൽ തന്നെ 2 കാലും വെച്ച് അങ്ങനെയാണ് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ബിൽഡിംഗ് ബ്ലോക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. എല്ലാത്തിനും നോ എന്നൊരു ആൻസർ പറയുന്ന സമയമാണ്. എല്ലാത്തിനും എന്തെങ്കിലും വേണോ, വേണ്ട, പക്ഷെ വേണമെങ്കിലും വേണ്ട, അത് അവരുടെ ഇതിൻ്റെ പാട്ടായിട്ട് വരുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാൻ പഠിക്കും. അടുത്ത എന്താണ്, മെയിൻ പ്ലേ ആണ്. പാരലൽ പ്ലേ ആണ്. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ അടുത്തിരുന്ന് കൂടെ ഇരുന്ന് തന്നെ കളിക്കുക. ഒപ്പം ഇരുന്ന് തന്നെ കളിക്കുക. ഒന്നും ഷെയർ ചെയ്യുമൊന്നുമില്ല, തന്നെ കളിക്കുന്നതിനെയാണ് പാരലൽ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത് ഏതിൻ്റെയാണ്, ടോഡറിൻ്റെ ആണ് പറഞ്ഞത്. ഞാൻ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര അറിഞ്ഞാൽ മതി, നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് അറിഞ്ഞാൽ മതി. ഇനി നമുക്കറിയേണ്ടത് സ്കൂളറും പ്രീ സ്കൂളർ. അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഇല്ല. പക്ഷേ സ്കൂളറും പ്രീ സ്കൂളറിലും എന്താണ് എന്ന് മാത്രം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ദെൻ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പ്രീ സ്കൂളറിൻ്റെ എന്താണ്, പ്രീ സ്കൂളർ 2.5 to 3 inches per year. പ്രീ സ്കൂളർ ആകുമ്പോൾ 3 years കഴിയുമ്പോഴത്തേക്ക് എന്താണ് അവർക്ക് വരുന്നത്, 2.5 to 3 inches ആണ് പെർ ഇയറിൽ കൂടത്തുള്ളൂ. ഒരു ഇയറിൽ അത്രയും കൂടും. ഹൈറ്റ് 37 inch ആവും, അതായത് 97 centimeter ആവും 3 years ആകുമ്പോൾ. ദെൻ 40.5 inch ആവും 4 years. അത്രയൊന്നും അറിഞ്ഞേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് വെയിറ്റ് നിങ്ങൾ ഓർക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഗ്രോത്ത് ഹൈറ്റ് ആണ്. വെയിറ്റ് ഫാമിലി ഹിസ്റ്ററി അനുസരിച്ചും ന്യൂട്രീഷൻ അനുസരിച്ചാണ്, ഹൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ് ഒരു കൊച്ചിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ടാണോ പോകുന്നതെന്ന് അറിയുന്നത്. പിന്നെ മാൽന്യൂട്രീഷൻ അറിയണമെങ്കിൽ മിഡ് ആൻഡ് സർക്കംഫറൻസ് ആണ് നോക്കേണ്ടത്. അത് ടോഡറിന് മുതലാണ് നോക്കേണ്ടത്. പ്രീ സ്കൂളർക്ക് വരെ നമ്മൾ നോക്കും. എന്തിനാണ്, മസിൽ മാസ് അനുസരിച്ച്. മാൽന്യൂട്രീഷനാണ് ഹെൽത്ത് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. 12.5 താഴെയാണ് ബേബി മാൽന്യൂട്രീഷനാണ്. 13.5 മുകളിലേക്കാണെങ്കിൽ അഡിക്വേറ്റ്ലി നറീഷ്ഡ് ആണ്. അതാണ് അതിൻ്റെ അകത്ത്. അത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കുക. പിന്നെ വെയിറ്റ് ഗെയിൻ 5 pound, അതായത് 2.25 kg per year, അതായത് 2.5 കിലോ മുതലാണ് ഒരു വർഷത്തിൽ നോർമലായിട്ട് കൂടേണ്ടത്. ദെൻ ആവറേജ് വെയിറ്റ് 18 kg. അപ്പോൾ 5 വയസ്സാകുമ്പോഴത്തേക്ക് 18 kg ആണ് ഒരാൾക്ക് ആവറേജ് ഒരു കൊച്ചിന് വേണ്ടത്. ദെൻ സാധാരണ സ്ലീപ്പാണ് 12 hours, 8 hours ഒക്കെയാണ് യൂഷ്വലി ബേബീസിൻ്റെ സ്ലീപ്പിംഗ് ടൈം. ദെൻ സ്കിൽ എന്താണ്, നല്ല ഗുഡ് പോസ്റ്ററിൽ ഇരിക്കാൻ പറ്റും,
മോട്ടോർ കോർഡിനേഷൻസ് വരും, അതായത് പിടിക്കാനും ഒക്കെ നമ്മൾ തലമുടി ചെയ്യുക, ഇങ്ങനെ കോർഡിനേഷൻസ് ഒക്കെ വരും. പിന്നെ ഹോപ്സ്, സ്കിപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓടുക, ചാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ബാലൻസ് ചെയ്യാൻ പഠിക്കും, സ്റ്റെയർ ക്ലൈംബ് ചെയ്യാനും ഇറങ്ങാനും ഒക്കെ പഠിക്കും. പിന്നെ ഷൂവിൻ്റെ ലേസൊക്കെ കെട്ടാൻ പഠിക്കും. ഇങ്ങനെയുള്ളത് ഇതെല്ലാം നമ്മൾ വരുന്ന പ്രീ സ്കൂളറൊക്കെ ആകുമ്പോഴത്തേക്കാണ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ എല്ലാത്തിലും വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്ത് ചോദിച്ചാലും എന്തുകൊണ്ടാണ് എന്നറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. ദെൻ വൊക്കാബുലറി ഒരു 900 വേർഡ്സ് വരെ വരും. അത്യാവശ്യം സെൻറ്റൻസുകളൊക്കെ കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് അവർ പഠിക്കും. 4 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് 5 to 6 വേർഡ് സെൻറ്റൻസൊക്കെ അവർ സംസാരിക്കാനായിട്ട് പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് പ്ലേ കോപ്പറേറ്റീവ് പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇൻഫൻറ്റിന് സോളിറ്ററി പ്ലേ, ടോഡറിന് പാരലൽ പ്ലേ ആൻഡ് ഇതിന് കോപ്പറേറ്റീവ് പ്ലേ. കോപ്പറേറ്റീവ് എന്നാൽ അവനവൻ്റെ ടോയ് മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവരുടെ ടോയ് എടുക്കുക, ഒരു സഹകരണം, അതായത് കൊടുക്കുക വാങ്ങിക്കുക, ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. പിന്നെ തന്നെ ക്ലോത്ത് ഇടുക, സെൽഫ് കെയർ, ബ്രഷ് ചെയ്യുക, ഇങ്ങനെയുള്ളതെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ടുമാണ് ഇത്രയും ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ടൈം വെറുതെ പോയി. ഇതിനൊന്നും ഇത്ര സമയം കളയേണ്ട ആവശ്യമില്ല. ആക്ച്വലി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വേഗം നമുക്കത് പഠിക്കാൻ പറ്റും. അടുത്ത് നമുക്ക് സ്കൂളർക്ക് എന്താണ് വരുന്നത്? ഗ്രോത്ത് ഈസ് അബൌട്ട് 2 inch per year. അതായത് 12 വയസ്സ് വരെ ഒരു 2 ഇഞ്ച് വെച്ച് ഗ്രോത്ത് കൂടത്തുള്ളൂ. അതായത് 2 ഇഞ്ച് 2.5 സെൻറ്റിമീറ്റർ ആണ് ഒരു 12 വയസ്സ് വരെ ഓരോ വർഷത്തിലും കൂടത്തുള്ളൂ. ഹൈറ്റ് റേഞ്ച് ഫ്രം 45 inches to എത്ര വരെയാണ് വരുന്നത്? 59. അതായത് 115 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ വരും 12 വയസ്സാകുമ്പം. അത് കഴിഞ്ഞാണ് ഒരു ഫാമിലി ഹിസ്റ്ററി അനുസരിച്ച് ഫാസ്റ്റ് ഗ്രോ ചെയ്യുന്നത്. ദെൻ സ്കൂൾ ഏജ് ചിൽഡ്രൻ ഗെയിൻ വെയ്റ്റ് അറ്റ് എ റേറ്റ് ഓഫ് 4.5 to 6, അതായത് 2 to 3 kg per year അവർ വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്? ഫസ്റ്റ് പെർമനൻറ്റ് ടീത്ത് ഇറപ്ഷൻ, അതായത് നമ്മുടെ ടെമ്പററി ടീത്ത് ബേബീസിൻ്റെ പോയിട്ട് പെർമനൻറ്റ് ടീത്ത് ഇറപ്ഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? 6 ഇയേഴ്സിലാണ്. ടെമ്പററി ടീത്ത് 21 ആണ്, പെർമനൻ്റ് ആകുമ്പോൾ സാധാരണ പോലെ വരുന്നത്. പിന്നെ എന്താണ്? മോട്ടോർ സ്കില്ല്, ഫൈൻ മോട്ടോർ, ഗ്രോസ് മോട്ടോർ സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യും. കോർഡിനേറ്റ് ചെയ്യാനും അവർ പഠിക്കും. ഇതിൻ്റെ അകത്ത് മെയിൻ എന്താണ്? പ്ലേ ആണ്. പ്ലേ കോമ്പറ്റേറ്റീവ് പ്ലേ, അതായത് സ്പോർട്സ്, മറ്റുള്ളവരോട് കൂടെയുള്ള കോമ്പറ്റേറ്റീവ് പ്ലേയിലാണ് ഇവർ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. ഈ സമയത്താണ് TV, മൊബൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീഡിയോ ഗെയിംസിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയം ഇതാണ്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് ബ്രീഫായിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെയൊന്നും ഇത്ര നമ്മൾ അത്യാവശ്യം അറിഞ്ഞാൽ മതി. ഓരോ ഹൈറ്റ് ആണ് ഇൻഡിക്കേറ്റർ ഗ്രോത്തിൻ്റെ. മിഡ് ആൻഡ് സർക്കംഫറൻസ് മാൽന്യൂട്രീഷൻ നോക്കാനുള്ളതാണ്. വെയിറ്റ്, ഹെഡ് സർക്കംഫറൻസും ചെസ്റ്റ് സർക്കംഫറൻസും എപ്പോഴാണ് ഓൾമോസ്റ്റ് സെയിം വരുന്നത്. ഇൻഫൻസിയുടെയൊക്കെയാണ് മെയിനായിട്ടും സ്കില്ല്, അതായത് മൈൽ സ്റ്റോണൊക്കെ നമ്മൾ അറിയേണ്ടത്. കൊച്ചു നടക്കുന്നതൊക്കെ 2 വയസ്സൊക്കെ 2 വയസ്സല്ല 13 മാസം, അതായത് 1 വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് നടക്കാനൊക്കെ തുടങ്ങുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിൻ്റെ അകത്ത് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള വളരെ ബ്രീഫായിട്ട് ചുരുക്കിയുള്ള ക്ലാസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. താങ്ക് യു.